നമ്മൾ മോഡ് കോൺസ്റ്റൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഫിഗറിൽ കൊടുത്ത പോലെ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്യും. ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് ഒരു എ സി സപ്ലൈ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ റിയോസ്റ്റാറ്റൊന്നും കണക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് നമ്മളെ എ സി സപ്ലൈ ഇലക്ട്രോ മാഗ്നറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ആദ്യം വെച്ചിട്ടുള്ളത് ട്രാൻസ്വേഴ്സ് മോഡാണ്. അതായത് നമ്മുടെ സ്ട്രിപ്പ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. സ്ട്രിപ്പ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. സ്ട്രിപ്പ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത്, വേവ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്വേഴ്സ് മോഡാണ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് മോഡാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടുപിടിക്കുന്നത് മോഡ് കോൺസ്റ്റൻ്റ് ഓഫ് ദി സ്ട്രിപ്പ്. അപ്പോൾ രണ്ട് മോഡ് നമ്മൾ ചെയ്തിട്ട് ആ രണ്ട് മോഡിൻ്റെയും കാൽക്കുലേഷൻസ് ടാബുലേറ്റ് ചെയ്തിട്ട് അവിടുന്ന് മോഡ് കോൺസ്റ്റൻ്റ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ സ്ട്രിപ്പ് നോക്കിയതിൽ ഇവിടെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് M1. അത് ഫസ്റ്റ് മോഡാണ്. M1 അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് മോഡാണ്. ഇവിടെ M2 എന്നും ഉണ്ട്, അത് ഞാനവിടെ കൊടുത്തിട്ടുള്ളത് M2 എന്നുള്ളത്. അപ്പോൾ ഈ M1 M2 എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് മോഡിൻ്റെയും വൈബ്രേഷൻ കിട്ടും. ഇവിടെ ഞാൻ ആദ്യം നമ്മൾ M1 ആദ്യം ചെയ്യേണ്ടത് ഞാനിവിടെ ജസ്റ്റ് M2 ചെയ്യുകയാണ്. അത് സെക്കൻഡ് മോഡിൽ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് വൈബ്രേഷൻ കിട്ടും. നമുക്കത് കറക്റ്റായിട്ടൊരു വൈബ്രേഷൻ കാണുന്ന രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്വേഴ്സ് മോഡിൻ്റെ സെക്കൻഡ് മോഡ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് മോഡ് ചെയ്യാനുണ്ട്, ഞാനിപ്പോൾ സെക്കൻഡ് മോഡ് വെച്ചതുകൊണ്ട് സെക്കൻഡ് മോഡിൻ്റെ കാര്യം പറയുകയാണ്. ട്രാൻസ്വേഴ്സിൻ്റെ സെക്കൻഡ് മോഡിൻ്റെ വൈബ്രേഷനാണ് നമ്മളിവിടെ ഇപ്പം ആക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സ്കെയിൽ പാൻ ഇവിടെ ഇതിൻ്റെ അറ്റത്ത് സ്കെയിൽ പാന് വെച്ചിട്ടുണ്ട്. ആ സ്കെയിൽ പാനിൽ ഓരോ വെയിറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ കറക്റ്റായിട്ട് വേവ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ സ്കെയിൽ പാനിൽ കുറച്ച് വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് നമുക്ക് നല്ല ലൂപ്പായിട്ട് തന്നെ ഇവിടെ കിട്ടും. അപ്പോൾ നമ്മളിവിടെ നമുക്ക് എണ്ണാൻ പറ്റുന്ന അത്രയും ലൂപ്പ് നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വേവ് തുടങ്ങുന്നുണ്ട്, അത് മാർക്ക് ചെയ്തു. 1 2 3 4 നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ അത്ര. ഞാനിപ്പോൾ 2 നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 2 എടുത്തു. 3 4 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ 2 ലൂപ്പ് നമ്മളിവിടെ ഇപ്പം കിട്ടി. അത് നമ്മളിനി അളക്കുക. അത് കിട്ടിയത് എത്രയാണോ, ഇപ്പോൾ ഇവിടെ 10ഉം 9ഉം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ലൂപ്പ് എത്രയാണോ നമ്മളിവിടെ എഴുതുക. ഇപ്പം ഞാൻ 2 എടുത്തിട്ടുള്ളത് 2 എഴുതുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് അളക്കുക. ഇവിടെ രണ്ട് അടയാളപ്പെടുത്തിയ ലെങ്ത്ത് നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് അതിവിടെ എഴുതുക. ട്രാൻസ്വേഴ്സിൽ ലൂപ്പ് നമ്മൾ എഴുതി, മാസിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ലാസ്റ്റ് പറയാം. ലൂപ്പ് നമ്മൾ എഴുതി, അതിൻ്റെ ലെങ്ത്ത് അളന്നു. ഇനി നമ്മൾ ഒരു ലൂപ്പിൻ്റെ ലെങ്ത്ത് എത്ര എന്ന് ഇവിടുന്ന് കണ്ടുപിടിക്കാം. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് അളന്ന് എഴുതിയിട്ടുണ്ട്, എത്ര ലൂപ്പാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ 2 ഉള്ളൂ. 2 അതിൻ്റെ ലെങ്ത്ത് എഴുതി കഴിഞ്ഞാൽ അത് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഇത്രയാണ് നമ്മൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട വാല്യൂസ്. ഇത്രയാണുള്ളത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് മോഡിലെ സെക്കൻഡ് മോഡിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതേപോലെ ഫസ്റ്റ് മോഡിലേക്കും ചെയ്യാം. ഇങ്ങോട്ട് വെച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് മോഡിൽ വെച്ചിട്ട് അതിന് ഇതേപോലെ വൈബ്രേറ്റ് ചെയ്ത് അവിടെ വെയിറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡിൻ്റെയും നമുക്ക് ഇതേപോലത്തെ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാൻസ്വേഴ്സ് മോഡിൻ്റെ ഇത്രയാണ് കാൽക്കുലേഷൻ വരുന്നത്. ഇനി ഇതേപോലെ ലോഞ്ചിറ്റ്യൂഡൽ മോഡിൻ്റെത്. ലോഞ്ചിറ്റ്യൂഡൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് തിരിച്ച് വെക്കുക. ഇതിവിടെ ക്ലാമ്പ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. തിരിച്ച് വെക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ മോഡിൻ്റെ സെക്കൻഡ് മോഡിലുള്ള വേവാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അവിടെ വെയിറ്റ് എത്രയെങ്കിലുമൊക്കെ ഇടുക, എന്നിട്ട് വേവ് അളക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് വേവിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ അടയാളപ്പെടുത്തുക. 1 2
2 വേവ് നമുക്ക് ഇവിടെയും കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുള്ളൂ. അപ്പം നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ 2 വേവ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കുക, എന്നിട്ട് ബൈ 2 ചെയ്യുക. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ. ലോഞ്ചിറ്റ്യൂഡിനലിൽ മാസിന് സ്കെയിൽ പാൻ നമ്മൾ എത്രയാണ് മാസ് സ്കെയിൽ പാനിൽ ഇട്ടത് എന്ന് എഴുതുക. ടോട്ടൽ മാസ് അവിടെ നിൽക്കട്ടെ. നമ്പർ ഓഫ് ലൂപ്സ് ഇപ്പോൾ നമ്മൾ 2 ആണ് അളന്നെടുത്തിട്ടുള്ളത്, 2 എന്ന് എഴുതുക. എത്രയാണ് ടോട്ടൽ ലെങ്ത്ത്, നമ്മൾ ടോട്ടൽ ലെങ്ത്ത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് എത്രയാണ് ടോട്ടൽ ലെങ്ത്ത് എന്നുള്ളത് എഴുതുക. എന്നിട്ട് ഒരു ലൂപ്പിൻ്റെ ലെങ്ത്ത് കാണാം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ മാസ് കാണണം. ടോട്ടൽ മാസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സ്കെയിൽ പാനിൽ എത്രയാണോ മാസ് ഇട്ടിട്ടുള്ളത് അത് പ്ലസ് സ്കെയിൽ പാനിൻ്റെ മാസ്. സ്കെയിൽ പാനിൻ്റെ മാസ് നിങ്ങൾ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് സ്കെയിൽ പാനിൻ്റെ മാസ് കാണാം. എന്നിട്ട് ടോട്ടൽ മാസ് നമ്മൾ കണ്ടിട്ട് അതിവിടെ സ്കെയിൽ പാനിൻ്റെ മാസ് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് സ്കെയിൽ പാനിൽ ഇട്ട മാസ് എത്രയാണോ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ മാസിൻ്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ആദ്യം ട്രാൻസ്വേഴ്സ് മോഡിലുള്ള 2 ഫസ്റ്റ് മോഡിൻ്റെയും സെക്കൻഡ് മോഡിൻ്റെയും കാര്യങ്ങൾ ട്രാൻസ്വേഴ്സ് മോഡിലുള്ള ഫസ്റ്റ് മോഡ് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡൽ മോഡിലുള്ള ഫസ്റ്റ് മോഡ് ചെയ്യുക, അതേപോലെ ട്രാൻസ്വേഴ്സ് മോഡിലുള്ള സെക്കൻഡ് മോഡ് ചെയ്യുക, ലോഞ്ചിറ്റ്യൂഡിലുള്ള സെക്കൻഡ് മോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലിലെയും ട്രാൻസ്വേഴ്സിലെയും ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്ത് ടാബ്ലർ കോളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങൾ സ്ട്രിപ്പിൻ്റെ യങ്സ് മോഡുലസ് കാണാനുണ്ട്. ഈ ഇത് ചെയ്യുന്ന സമയത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ചെയ്ത പോലെ കാൻഡിലിവർ മെത്തേഡ് വെച്ചിട്ട് സ്ട്രിപ്പിൻ്റെ യങ്സ് മോഡുലസ് കാണാം. പിന്നെ വെയിറ്റൊക്കെ ഞാൻ പറഞ്ഞു എല്ലാത്തിൻ്റെയും ഈ സ്ട്രിങ്ങിൻ്റെ വെയിറ്റ് കാണാനുണ്ട്, സ്കെയിൽ പാൻ്റെ വെയിറ്റ് കാണാനുണ്ട്. അതൊക്കെ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ വെച്ചിട്ട് കാണാം. അപ്പോൾ ഇത്രയാണ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട വാല്യൂസ്.